കുറേ നാളിന് ശേഷം നമ്മുടെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഹോം മാച്ച് വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ മാച്ച് എനിക്ക് തോന്നുന്നു അവരുടെ ഫസ്റ്റ് ഹോം മാച്ച് കാണാനാണ് ഞാൻ പോയത്. അതിനുശേഷം പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. മാച്ച് നടക്കുന്ന സമയത്തൊന്നും ഞാൻ എറണാകുളത്തില്ലായിരുന്നു, നാട്ടിലായിരുന്നു. പിന്നെ ഇന്നാണ് കാണാൻ പോകുന്നത്. അന്ന് ആ മാച്ച് കാണാൻ പോയ അവസ്ഥയൊന്നുമല്ല ഇന്ന്. ഫസ്റ്റ് മാച്ച് എന്ന് എല്ലാ ആരാധകരും വലിയ പ്രതീക്ഷയോടെ, കാരണം ആ രീതിയിലായിരുന്നു പഴയ സീസണിലുള്ള നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനങ്ങളും കാര്യങ്ങളുമെല്ലാം. വലിയ എക്സ്പെക്റ്റേഷനോടെ എല്ലാവരും കൊച്ചിയിലും പിന്നെ പുറത്തുനിന്നും കുറേ അധികം ആയിരക്കണക്കിന്, ഏകദേശം 32,000-32,000 മുകളിൽ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ആ മാച്ചിൽ. എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ട് വലിയ ആരവത്തോടെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ അന്നത്തെ മാച്ച് തന്നെ, അന്ന് ജയിക്കേണ്ട മാച്ച് വെറും സെക്കൻഡുകളുകൊണ്ടാണ് തോറ്റുപോയത്. അത് ഞാൻ അന്ന് വന്നിരുന്നതിൻ്റെ ആ വ്ളോഗ് നിങ്ങൾക്ക് നോക്കിയറിയാം. 1-2 മാസമായിരുന്നു പോകും. അന്ന് വളരെ സന്തോഷത്തോടെ പോയിട്ട് വിഷമിച്ചാണ് ഞാൻ തിരിച്ചു കയറി വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ അവസ്ഥ എടുത്ത് നോക്കുമ്പോൾ സ്വന്തം ആരാധകർ തന്നെ ആ ടീമിനെ എടുത്ത് ട്രോളുന്ന അവസ്ഥയാണ്. അവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാതെ അതിന് അടിയിൽ എന്തോ ഒരു പൊങ്കാലയെന്നറിയ വരുന്നത്. അല്ല, ഇവർക്കിത് തന്നെ വേണം. കാരണം ഇവരുടെ മാനേജ്മെൻറ്റ് കാണിച്ചു വയ്ക്കുന്ന പണികളെന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലതാണ്. വളരെ ശുദ്ധമായ പോഴത്തരങ്ങൾ പരിപാടികളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോച്ച് തന്നെ ഇതുവരെ ഒരു സ്കൂൾ ടീമിനെ പോലും കോച്ച് ചെയ്യാത്ത ഡേവിഡ് ജെയിംസിനെയാണ് അവർ ഇത്രയും വലിയൊരു ടീമിൻ്റെ കോച്ചായിട്ട് വെച്ചത്. പുള്ളി തന്നെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ടീമിൻ്റെ ഗോളിയായിരുന്നു. എന്ത് സ്ട്രെസ്സിൻ്റെ പുറത്താണ് പുള്ളി ഇത്തവണ കോച്ചാക്കിയതെന്ന് അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സംശയമൊക്കെ എല്ലാവർക്കും കഴിഞ്ഞ മാച്ചുകളോടെ മാറി. അതും അതിന് മുമ്പ് എന്ത് നല്ല കോപ്പൽ എന്ന് പറയുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കോച്ചായിരുന്നു. അതിൻ്റെ ഇത് നമുക്ക് കഴിഞ്ഞ സീസണുകളിലെല്ലാം അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ വളരെ നാറിയ തോൽവിയായിരുന്നു ഇല്ലേ? ഇനിയിപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല ഇന്നത്തെ മാച്ച്. എന്നാലും പുതിയ കോച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇതുണ്ട്. അതാണ് ഞാൻ പോകാനായിട്ടുള്ളൊരു മെയിൻ കാരണം. നമ്മൾ പറയുന്ന പോലെ പ്രതീക്ഷകളുടെ അമിത ഭാരമൊക്കെ ഇറക്കി വെച്ചാണ് ഞാൻ ഈ മാച്ച് കാണാൻ പോകുന്നത്. എന്തുവരുമെന്ന് കണ്ടറിയാം. നമുക്കൊരു കാര്യം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു ലൈറ്റ് റേസ് പോലെ, അത് സ്റ്റേഡിയത്തിൽ നിന്നാണ്. എന്തോ സംഭവം എനിക്കിതുവരെ മനസ്സിലായില്ല. ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ട് ഒരു സാധനം കണ്ടിട്ടില്ല. എല്ലാ മാച്ചുള്ള സമയത്ത് ഇങ്ങനെ കാണാം, ആകാശത്ത് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കറങ്ങും. ഒരു രാത്രി 11-12 മണി വരെ കാണും. എനിക്ക് നല്ല വിശപ്പ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇത് കഴിച്ചിട്ട് പോകാൻ എഴുതി. അതിൻ്റെ അകത്ത് കിട്ടുന്നതൊക്കെ കണക്കാം. ഇരുന്നോണ്ടാണെന്ന് അറിയത്തില്ല. സാൻഡ്വിച്ചിന് അന്യ ടേസ്റ്റായിരുന്നു. ഞാൻ അടുത്ത കാലത്ത് ഇവിടുന്ന് ഇത്ര നല്ല സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? കഴിഞ്ഞ തവണത്തെ നിങ്ങളെൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഹോം മാച്ചിൻ്റെ എന്നാ തിരക്കായിരുന്നല്ലോ. ഇവിടെ എല്ലാം മഞ്ഞ കടലായിരുന്നു, മഞ്ഞ കടൽ. എല്ലാവരും മഞ്ഞ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് ഫുൾ മഞ്ഞ നിറമായിരുന്നു. ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ്. ഇതവണ നോക്കി ഒരു മനുഷ്യന് ഇവിടെ ഇങ്ങനെ കളി നടക്കുന്നുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ലെന്ന്. കഷ്ടം. ടിക്കറ്റ് പ്രകാരം നമ്മുടെ ഗേറ്റ് 13-16 ആണ്. ഇതാണ് 13 ഉണ്ട് ഇവിടെ. 13 കാണാം. അങ്ങനെ സ്റ്റേഡിയത്തിനകത്ത് കയറി. അകത്ത് തന്നെ അലയും വെളിയും ബഹളമൊക്കെ ഉണ്ട്. ഇതൊന്ന് കാണുമ്പോൾ അറിയാം എത്ര പേരുണ്ടാവും. അയ്യോ, ഇതിൻ്റെ മണ്ടേ കയറുന്ന ഏറ്റവും പാഴ് പിടിച്ച പണി. എത്ര നില കയറി ഇറങ്ങണമെന്നറിയും. ഇത് കണ്ടോ? എല്ലാം കാലിയായിട്ട് കിടക്കും. അവിടെ ഇവിടെ താഴെയും കുറച്ച് പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആളുകളാണ്. എന്തായാലും കളി കണ്ട് നോക്കട്ടെ. ഇത്തവണയെങ്കിലും എന്തെങ്കിലും ഒന്ന് ജയിച്ചാൽ മതിയായിരുന്നു.
Meanwhile, ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഇത് രണ്ട് ടീമും ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. 0-0 ആണ്. പക്ഷേ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കാണുന്നതെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഒഫൻസീവായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ഗെയിം പ്ലേ കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ഇപ്പം തന്നെ ഏകദേശം 10-15 അറ്റംപ്റ്റെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഗോൾ കൺവേർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ അതൊന്നും നടന്നില്ല. പക്ഷേ ATK വെച്ച് നോക്കുമ്പോൾ ATK എനിക്ക് തോന്നുന്നു 2-3 അറ്റംപ്റ്റ് മാക്സിമം നടത്തിക്കാണും. നമുക്കൊക്കെ ഒരു പേടി വരുന്ന രീതിയിൽ. ബാക്കിയെല്ലാം നമ്മളായിരുന്നു. ഏകദേശം ഫസ്റ്റ് ഹാഫ് മൊത്തം നമ്മളായിട്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അറിയത്തില്ല സെക്കൻഡ് ഹാഫ് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ വളരെ നല്ല രീതിയിൽ കളിച്ച് സെക്കൻഡ് ഹാഫിൽ കളി വിട്ട് തുളച്ച ചരിത്രമാണുള്ളത്. എന്താണെന്ന് കണ്ടറിയാം. മാച്ച് കഴിഞ്ഞു. ഇനി സ്കോറിൻ്റെ കാര്യമൊന്നും ഞാൻ പ്രത്യേകം പറയണമല്ലോ, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. എന്നാലും പറയാം, 1-1. അത്ര വലിയ സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ചൊരു ചെറിയ ആശ്വാസം ഉണ്ടെന്ന് പറയാം. കാരണം സാധാരണ നമ്മൾ ഒന്നടിക്കും, അത് കഴിഞ്ഞിട്ട് അവരടിച്ചാണ് സമനിലയാകുന്നത്. പക്ഷേ ഇതാണ് അവരെ അടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് നമ്മളൊരു ഗോൾ അടിച്ചാണ് നമ്മൾ സമനിലയാക്കിയത്. മാത്രമല്ല ഓവറോൾ ഞാൻ കളിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. എന്നിരുന്നാലും ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് ഇത് കളിച്ചിട്ടുള്ളതിൽ വളരെ നല്ലൊരു മാച്ചായിരുന്നു ഇത്. ബാക്കി വിശദീകരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. നടന്നു വരുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബറെ പരിചയപ്പെട്ടു. മോനെ എന്താ പേരെന്താ? ഖലീൽ അല്ലേ? എവിടാ തിരൂര്. അവിടുന്ന് ഇവിടം വരെ വന്നതാ? എവിടെ? തിരൂര് മലപ്പുറം. എങ്ങനെ വന്നേ? ട്രെയിനാ? നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ? ശരിയെന്നാലേ കേട്ടോ. ഒരു തിരൂരിൽ നിന്ന് ഇവിടം വരെ വന്നത്. ഞാൻ തൊട്ടപ്പുറത്ത് ഒരു 200-300 മീറ്റർ അപ്പുറത്തുനിന്ന് വന്നു. ഓരോരുത്തരുടെ ആ ഒരു എന്താണ് ആ ടീമിനോടുള്ള ആ ഒരു ആരാധനയാണ് അതൊക്കെ. നമ്മളൊന്നും ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല. മലപ്പുറത്തു നിന്നൊക്കെ ഇവിടം വരെ ഒരു മാച്ച് കാണാൻ വരികയെന്ന് പറഞ്ഞാൽ ഞാൻ ട്രെയിനിൽ 2 പിള്ളേർ കൊള്ളാം. സർബത്ത് നല്ല ദാഹം വന്നാൽ പിന്നെ ഒരു സർബത്ത് കുടിക്കാൻ കരുതി. ഇത് പൈനാപ്പിൾ സർബത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. നോക്കട്ടെ എങ്ങാണോ. കുഴപ്പമില്ല. പണ്ടത്തെ ഈ ഒരുപാട് സിപ്പൊക്കെ ഇല്ലേ, അതുപോലെ ഉണ്ട്. ഏകദേശം ആ ടേസ്റ്റാണ്. കാര്യം ഇന്ന് സമനിലയായിരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ദേഷ്യം ആ ഒരു വിഷമമൊന്നും ഇല്ല. സാധാരണ സമനിലയാകുമ്പോൾ ശരിക്കും എനിക്ക് എന്നെ തന്നെ തല്ലിക്കൊല്ലാൻ തോന്നാം. കാരണം കഴിഞ്ഞ കുറെ കളികളായിട്ട് ഒന്നെങ്കിൽ സമനിലയല്ല തോൽവി. പക്ഷെ ഇന്നത്തെ കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലോ, ആദ്യം അവരായിരുന്നു അടിച്ചിരുന്നത്. അത് ലാസ്റ്റ് സമയത്താണ് 80 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ട അവരെ ഗോളടിച്ച് തീർന്ന് കഞ്ഞിയും കല്ലും തകർന്നെന്നുള്ള അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു ഞാൻ. പെട്ടെന്ന് എനിക്ക് സുഡാനി ഫ്രം നൈജീരിയയിലെ സൗബിഷായ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ, നമ്മൾ എത്ര ഗോളിന് തോറ്റ് നിൽക്കുകയാണെന്ന് ലാസ്റ്റ് മൊമെന്റിലേക്ക് എങ്ങനെ അടിച്ച് സമനിലെങ്കിലും ആക്കും എന്നുള്ള ഒരു തോന്നലില്ല നമുക്ക്. ആ തോന്നൽ എന്ന് അവസാനിക്കുമ്പോൾ ഞാൻ ഈ ഭ്രാന്ത് അവസാനിച്ചു. ആ ഒരു സീൻ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. അത് അങ്ങനെ ചിന്തിച്ച് ആകെ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് കളി തുടങ്ങി. പെട്ടെന്ന് അധികം വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ പടയുന്നൊരു ഗോള്. ഇന്നത്തെ കളിയിൽ മൊത്തം കണ്ട നല്ല ബിൽഡപ്പ്, ബോൾ പാസ്സായി വരും, എന്നിട്ട് വളരെ കെയർലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളയും. ആക്യുറസിയുടെ പ്രശ്നം, അറ്റംപ്റ്റ്സ് കണ്ടമാനം ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ ഇൻഫർമേഷൻ പ്രകാരം ഏകദേശം 20-നടുത്ത് അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ 5-4 അങ്ങാണ്ടേ ഓൺ ടാർഗറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഇവിടെ അയ്യത്തോട്ടായിരുന്നു. പക്ഷെ ATK നോക്കുകയാണെങ്കിൽ അവർക്ക് 10 അറ്റംപ്റ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അതിൽ 5-5-നടുത്ത് എണ്ണവും ഓൺ ടാർഗറ്റാണ്. ബാക്കിയുള്ള കളികളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ നല്ലൊരു കളിയായിരുന്നു എനിക്ക് തോന്നി. നല്ല രീതിയിൽ കുറെ സാധാരണ നമ്മൾ മെയിൻ പ്രശ്നം നമുക്ക് അറ്റംപ്റ്റുകൾ ഉണ്ടാവാറില്ല എന്നുള്ളത്.
ഇന്ന് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മൾ തന്നെ ഡോമിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. മിഡിൽ ലൈൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഏരിയയിലോട്ട് ബോളേ പിന്നെ അത് വളരെ ചുരുക്കമായിരുന്നു. ഫസ്റ്റ് ഹാഫിലാണ് ഒന്നോ രണ്ടോ തവണ ഞങ്ങളെ വന്നുള്ളൂ. പക്ഷെ ഗോൾ മൊത്തം ഏറ്റിക്കയുടെ ഗോൾ പോസ്റ്റിന്റെ ആ ഒരു അവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഫുൾ ഡോമിനേഷൻ ആയിരുന്നു അവിടെ. പക്ഷെ എന്താ പറയുന്നത്, നല്ലൊരു സ്ട്രൈക്കർ. നിങ്ങൾ അറിഞ്ഞോന്ന് അറിയത്തില്ല, CK വേണ്ടി ഇതിനെ ചെന്നൈയിൻ എഫ്സിക്ക് എങ്ങാണ്ട് ലോണായിട്ട് എന്തോ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ വളരെ മണ്ണം തീരുമാനമായി പോയി. നമ്മുടെ ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. വന്ന ഷോട്ടുകൾ അതിൽ ഒരെണ്ണം പെനാൽറ്റി ഒരെണ്ണം ഫ്രീ കിക്ക് ആയിരുന്നു അവരുടെ ഒരു ഗോൾ പോയത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ നല്ല ഡിഫൻസ് ആയിരുന്നു നമ്മുടെ. പക്ഷേ നമുക്ക് പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോള് ഫോർവേഡിലാണെന്നുണ്ടെങ്കിൽ ബോള് എത്തുന്നുണ്ട്, ഗോൾ പോസ്റ്റിന് അടുത്ത് എത്തുന്നുണ്ട്, പക്ഷെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ഷോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ കൈവച്ച് പോയത്. എല്ലാം ജസ്റ്റ് ആ ഒരു ചെറിയ ആക്യുറസിയുടെ പ്രശ്നം കാണാം. നല്ലൊരു ഫിനിഷർ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് പുതിയ കോച്ചിന് നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാശ് മുടക്കി ഈ മാച്ചിന് പോകാൻ കാരണം തന്നെ പുതിയൊരു കോച്ച് വരുന്നുണ്ടല്ലോ, പുള്ളി എന്താ കാണിക്കുന്നതെന്ന് കാണാമല്ലോ എന്ന് കരുതിയ ആ ഒറ്റ ഇതിലാണ് ഞാൻ ഇന്ന് മാച്ച് കാണാൻ പോയത്. എനിക്ക് തോന്നുന്നു പുള്ളിയെ കൊണ്ട് അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ മാജിക്ക് കാണിക്കാൻ പറ്റുമോ. എന്തായാലും കാലത്ത് കാണാം. അപ്പൊ ശരിയാണ്, നാളെ കാണാം.